ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന SSCയുടെ സൈഡിൽ നിന്ന് SSC GDയുടെ പുതിയ നോട്ടിഫിക്കേഷൻ SSC റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ 5/9/2024, അതായത് ഇന്ന് മുതൽ നിങ്ങൾക്ക് 14/10/2024 വരെ നിങ്ങൾക്ക് ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 15/10/2024 വരെ നിങ്ങൾക്ക് ഈ ഒരു ഫീ നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു ഫോം നിങ്ങൾ ഫില്ല് ചെയ്തതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു വിൻഡോ SSC തന്നെ ഓപ്പൺ ആക്കി തരും. അത് നവംബർ 5 മുതൽ നവംബർ 7 വരെ ആയിരിക്കും അത് ഓപ്പൺ ആയിരിക്കുന്നത്. ആ ഒരു സമയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്ന മാസങ്ങളെന്ന് പറഞ്ഞാൽ 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിരിക്കും ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത് നിങ്ങൾക്കുള്ളൊരു ഡൗട്ടാണ് പേ സ്കെയിലിനെ പറ്റി. ഓക്കെ, അതിൽ NCB എന്ന് പറയുന്ന ഒരു ഫോഴ്സിലെത്തേക്ക് വേണ്ടിയുള്ളതിൻ്റെ പേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 18,000 തൊട്ട് 56,900 വരെയാണ് ആ ഒരു പേ സ്കെയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ 21,700 തൊട്ട് 69,100 വരെ ആയിരിക്കും പേ ലെവൽ 3 ബാക്കിയുള്ള ഫോഴ്സസിൽ വരുന്നത്. അതായത് BSF, CISF, CRPF, SSB, ITBP, ആസാം റൈഫിൾസ്, SSF. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വേക്കൻസി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 39,481 വേക്കൻസിയാണ് ടോട്ടൽ ഈ പ്രാവശ്യം ഉള്ളത്. അതിൽ വന്നിട്ട് നമുക്ക് ബാക്കി സ്പ്ലിറ്റപ്പ് നോക്കാം. SC കാൻഡിഡേറ്റും മെയിൽ കാൻഡിഡേറ്റ്സിനാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 5,254 വേക്കൻസിയും, ST കാൻഡിഡേറ്റ്സിന് 4,021 വേക്കൻസിയും, OBCക്ക് 7,747 വേക്കൻസിയും, EWSന് 3,496 വേക്കൻസിയും, അൺറിസർവ്ഡിന് വന്നിട്ട് 15,094 വേക്കൻസിയാണ് ടോട്ടലുള്ള. അങ്ങനെ മെയിൽ കാൻഡിഡേറ്റ്സിന് ടോട്ടലുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ 35,612 വേക്കൻസിയാണ് ഈ പ്രാവശ്യം SSC GDയിലെ SSC റിലീസ് ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ ഇതെല്ലാം ഒരു ടീനേറ്റീവാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, ചിലപ്പോൾ നമുക്ക് കൂടാതെ ചിലപ്പോൾ കുറയാം. അതെല്ലാം SSCയുടെ സൈഡിൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അടുത്ത ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ നോക്കുകയാണെങ്കിൽ SC കാൻഡിഡേറ്റ്സിന് ടോട്ടൽ 564 വേക്കൻസിയും, ST കാൻഡിഡേറ്റ്സിന് 433 വേക്കൻസിയും, OBCക്ക് 829 വേക്കൻസിയും, EWSന് 355 വേക്കൻസിയും, അൺറിസർവ്ഡിന് 1,688 വേക്കൻസിയാണ് ടോട്ടലുള്ള. അങ്ങനെ എല്ലാം കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 3,869 വേക്കൻസിയാണ് ടോട്ടലുള്ള. മൊത്തത്തിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ മെയിലും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും കൂടെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 39,481 വേക്കൻസിയാണ് ഈ പ്രാവശ്യം SSC റിലീസ് ചെയ്തിട്ടുള്ള വേക്കൻസി എന്ന് പറയുമ്പോഴത്തേക്കും. അടുത്ത് ഇതിൻ്റെ ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറയാം. ഏജ് ലിമിറ്റ് മിക്കവർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് നിങ്ങളുടെ കാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കാര്യം നിങ്ങൾക്ക് അവിടെ അറിയാൻ പറ്റും. അതിപ്പോൾ നിങ്ങൾ അൺറിസർവ്ഡ് കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ, SC ST ആണെന്നുണ്ടെങ്കിൽ, OBC ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റും. അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ താഴെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് കാസ്റ്റും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അടുത്ത് ഇതിൻ്റെ അകത്ത് ഡേറ്റ് അവർ പറയുന്നുണ്ട് ഇൻക്ലൂസീവ് ഡേറ്റ്സ്, അതായത് 2/1/2002 1/1/2007 ഇടയ്ക്കുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൽ റിലാക്സേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ SC ST കാൻഡിഡേറ്റ്സിനും OBC കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ് മാനിനും ഒക്കെയാണ് ഈ പറഞ്ഞ റിലാക്സേഷൻ വരുന്നത്. അതിൽ SC ST കാൻഡിഡേറ്റ്സിന് 5 ഇയേഴ്സ് നിങ്ങൾക്ക് റിലാക്സേഷൻ വരും. അതുപോലെ തന്നെ OBCക്ക് 3 വർഷവും റിലാക്സേഷനും വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ ആ സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് ആ ഒരു കാസ്റ്റും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, അടുത്ത ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10th പാസ് മതി. അതായത് മെട്രിക്കുലേഷൻ, അത് 10th ക്ലാസ് നിങ്ങൾ പാസ്ഡ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് NCC കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NCCയുടെ C സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5% എക്സ്ട്രാ മാർക്സ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ B സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 3% നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടും. A സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 2% എക്സ്ട്രാ മാർക്ക് നിങ്ങൾക്ക് ബോണസ് മാർക്ക് എക്സാമിനേഷനിൽ കിട്ടുന്നതായിരിക്കും. അടുത്ത നമ്മുടെ എക്സാം സെൻറ്റേഴ്സിനെ പറ്റി കേരളത്തിലുള്ള, അതായത് KKR റീജിയനിലുള്ളവർക്ക് എക്സാം സെൻറ്റേഴ്സ് എവിടെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ എറണാകുളം വരും, കൊല്ലം വരും, കോട്ടയം വരും, കോഴിക്കോട് വരും, തിരുവനന്തപുരം വരും, പിന്നെ തൃശ്ശൂർ ആയിരിക്കും നിങ്ങളുടെ ഈ ഒരു എക്സാം നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ. ഈ ഒരു എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന 2 പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും പിന്നെ മെഡിക്കൽ
ടെസ്റ്റുമാണ് വരുന്നത്. അതിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും വന്നിട്ട് ഒരുമിച്ചാണ് നടക്കുന്നത്. അതുപോലെ തന്നെ പിന്നീടാണ് നിങ്ങളുടെ മെഡിക്കലും നടക്കാൻ പോകുന്നത്. അങ്ങനെ 3 പ്രോസസ്സായിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് എക്സാം, രണ്ടാമത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും, പിന്നെ മെഡിക്കൽ എക്സാമിനേഷനും ആയിരിക്കും നടക്കുന്നത്. ഇത് ഇത്രയും കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ ജോയിൻ ലെറ്റർ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത് നമുക്ക് എക്സാമിനേഷൻ്റെ പാറ്റേൺ നോക്കാം. എക്സാമിനേഷൻ്റെ പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ 80 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, അതിൽ ഓരോ പാർട്ടിനും 40 മാർക്ക് വെച്ചിട്ടാണ്. അതായത് പാർട്ട് എ എന്ന് പറയുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, പാർട്ട് ബി എന്ന് പറയുന്നത് ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ്സും, പാർട്ട് സി എന്ന് പറയുന്നത് എലമെൻ്ററി മാത്തമാറ്റിക്സും, പാർട്ട് ഡി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ്. ഓക്കെ, ഇതിന് മോസ്റ്റ്ലി എല്ലാവരും ഇംഗ്ലീഷ് ആയിരിക്കും എടുക്കുന്നത്, അതുകൊണ്ട് അത് കുഴപ്പമില്ല. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് 60 മിനിറ്റാണ് തരുന്നത്. അതായത് 1 മണിക്കൂറിൻ്റെ എക്സാമാണ് നിങ്ങൾക്ക് ഈ ഒരു SSC GDക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് കൊണ്ട് നിങ്ങൾ മൊത്തം 80 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് 160 മാർക്കിനാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ. അടുത്ത് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനെ പറ്റി നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ കോഴ്സുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് ABCDയിൽ വരുന്ന എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റും എല്ലാം നമ്മുടെ ഈ ഒരു കോഴ്സിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. ആ ഒരു കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കംപ്ലീറ്റ് കോഴ്സ് നിങ്ങൾക്ക് എക്സാം കഴിയും വരെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ അകത്ത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും കാണും, ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ്സും കാണും, എലമെൻ്ററി മാത്തമാറ്റിക്സും കാണും, ഇംഗ്ലീഷും കാണും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ബേസിക് തൊട്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടെങ്കിലും ബേസിക് തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും ഇത് നോക്കി പഠിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ നമ്മുടെ തന്നെ ഡൗട്ട് ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാക്കൽറ്റീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളും ഉണ്ട്. അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിയാനും പറ്റും. അതുപോലെ തന്നെ ഈ ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പീഡും ഇൻക്രീസ് ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ ലിങ്കിൽ കയറി ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ, ജയ് ഹിന്ദ്.